Now let's see about the side effects of thiazolidine diones. The major side effects include it takes a longer duration of action to have its therapeutic effects. ഈ ഒരു ഡ്രഗ് കൊടുത്ത് 6 മുതൽ 12 ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഈ ഒരു ഡ്രഗിൻ്റെ തെറാപ്യൂട്ടിക് ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ. It may cause anemia and weight gain. ഈ ഡ്രഗ് എടുക്കുമ്പോൾ there can be increased chances of having an anemia as well as weight gain. It may precipitate congestive cardiac failure. സോ കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയറിൽ നമുക്ക് ഓൾറെഡി അറിയാം ദർ ക്യാൻ ബി എഡിമ അല്ലേ. ഈ ഒരു ഡ്രഗ് എടുക്കുമ്പോൾ ആൾക്കാരിൽ എഡിമ ഒന്നുകൂടെ ഒന്ന് ഇൻക്രീസ്ഡ് ആവും. സോ ദർ ഇസ് പൂളിംഗ് ഓഫ് സെക്രീഷൻ പൂളിംഗ് ഓഫ് ദ ഫ്ലൂയിഡ്സ് വിത്തിൻ ദ എക്സ്ട്രിമിറ്റീസ് and it may further worsen the congestive cardiac failure. One of the example which is stroglitazone, it causes severe hepatotoxicity. So these are the disadvantages of thiazolidine diones. The uses of this category, the commonly used drug is pioglitazone. ഈ ഒരു ഡ്രഗ് കോമ്പിനേഷൻ ആയിട്ടാണ് കൊടുക്കുക along with the sulfonyl urea or a biguanide, especially in type 2 diabetic mellitus clients. The next category of drug is alpha glucosidase inhibitor, and the classic examples include acarbose and miglitinol. Now let's see about the mechanism of action of alpha glucosidase inhibitor. പേരിലുള്ള പോലെ തന്നെ ആൽഫ ഗ്ലൂക്കോസിഡേസ് എന്ന് പറയുന്ന റിസപ്റ്ററിനെയാണ് ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ദിസ് റിസപ്റ്റേഴ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ ഇൻഡസ്റ്റൈനൽ ബ്രഷ് ബോർഡർ. അപ്പോൾ ഈ റിസപ്റ്റേഴ്സ് ബ്ലോക്ക്ഡ് ആകുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it decreases the glucose absorption in the upper intestine. Thereby it reduces the postprandial blood glucose level. ക്ലിയർ ആയി എന്ന് തോന്നുന്നു. എന്താ അവർ ചെയ്യുക, നമ്മളുടെ ഇൻഡസ്റ്റൈനൽ ബ്രഷ് ബോർഡർ സെൽസിലെ ആൽഫ ഗ്ലൂക്കോസിഡേസ് എന്ന് പറയുന്ന റിസപ്റ്റേഴ്സിനെ ഇത് ബ്ലോക്ക് ചെയ്യും. ഈ റിസപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഗ്ലൂക്കോസ് അപ്ടേക്ക് നടക്കുകയുള്ളൂ. അപ്പോൾ ഇത് ബ്ലോക്ക്ഡ് ആകുമ്പോൾ എന്ത് പറ്റും, ഗ്ലൂക്കോസ് അപ്ടേക്ക് കുറയും ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ദ പോസ്റ്റ്പാൻഡ്രിയൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. One of the major advantage of this particular drug is it does not cause hypoglycemia. However, there can be some side effects like abdominal distension, flatulence and diarrhea. ഇതിൻ്റെ യൂസസ് എന്തായിരിക്കും നിങ്ങൾക്ക് തന്നെ പറയാം അല്ലേ. എന്തിനാ കൊടുക്കുക, പോസ്റ്റ് പാൻഡ്രിയൽ ഹൈപ്പർ ഗ്ലൈസീമിയനെ ട്രീറ്റ് ചെയ്യാനാണ് ഇത് കൊടുക്കുക. ആൻഡ് ഇറ്റ് ഓൾസോ ക്യാൻ ബി യൂസ്ഡ് ആസ് എ കോമ്പിനേഷൻ ഡ്രഗ് വിത്ത് അതർ കാറ്റഗറീസ്. About the newer drugs like amylin analog. Amylin എന്ന് പറയുന്നത് ഒരു പോളിപെപ്റ്റൈഡ് ആണ് വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാൻക്രിയാറ്റിക് ബീറ്റാ സെൽസ്. ഇതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻഹിബിറ്റ്സ് ഗ്ലൂക്കോസ് സെക്രീഷൻ ഫ്രം ദ ലിവർ. ഇറ്റ് ഡിലേസ് ദ ഗ്യാസ്ട്രിക് എംറ്റിങ്. അങ്ങനെ ഗ്യാസ്ട്രിക് എംറ്റിങ് കുറയുമ്പോൾ ഇറ്റ് സപ്രസസ് ദ അപ്പറ്റൈറ്റ്. സോ ഇത്രയും കാര്യങ്ങൾ വഴി അൾട്ടിമേറ്റ്ലി ഇറ്റ് റെഡ്യൂസസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. One of the example is pramlintide. ഇത് ഒരു സിന്തറ്റിക് അനലോഗ് ആണ്. ഇവരെന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് സപ്രസസ് ദ ഗ്ലൂക്കഗൺ റിലീസ്. ഗ്ലൂക്കഗണിൻ്റെ റിലീസ് കുറയും, അങ്ങനെ ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കുറയും. ഡിലേസ് ഗ്യാസ്ട്രിക് എംറ്റിങ്, അങ്ങനെ ഇത് അപ്പറ്റൈറ്റ് കുറയും. അപ്പറ്റൈറ്റ് കുറയുമ്പോൾ അൾട്ടിമേറ്റ്ലി ദ എമൗണ്ട് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ റെഡ്യൂസസ്. pramlintide കോമൺലി സബ്ക്യൂട്ടേനിയസ് ഇഞ്ചെക്ഷൻ ആയിട്ടാണ് കൊടുക്കുക. When it is given as subcutaneous injection, it is rapidly absorbed. There can be some side effects like nausea, vomiting and anorexia. ഇത് കോമൺ ആയിട്ട് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസിലാണ് യൂസ് ചെയ്യുന്നത്. The next drug is GLP-1 analog. GLP-1 എന്ന് പറയുമ്പോൾ ഗ്ലൂക്കഗൺ ലൈക്ക് പെപ്റ്റൈഡ് 1 അനലോഗ്. എന്താ, ഗ്ലൂക്കഗൺ ലൈക്ക് പെപ്റ്റൈഡ് 1 അനലോഗ്. ഇവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it enhances the glucagon 1 mediated insulin secretion, suppresses the glucagon release, delays the gastric emptying and thereby it reduces the appetite. So ഇത്രയും കാര്യങ്ങളാണ് ഇവർ ചെയ്യുക. എന്താ ചെയ്യുക, ഗ്ലൂക്കോസ് 1 മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇൻസുലിൻ സെക്രീഷനെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയും. 2, ഇത് ഗ്ലൂക്കഗണിൻ്റെ റിലീസ് സപ്രസ് ചെയ്യും. അൾട്ടിമേറ്റ്ലി എന്ത് പറ്റും, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയും. 3ാമതായിട്ട് ഇവർ ഗ്യാസ്ട്രിക് എംറ്റിങ് ഡിലേ ചെയ്യും. അത് കാരണം ആൾക്കാരുടെ വയർ എപ്പോഴും ഫുള്ളായിരിക്കും. സോ ഇറ്റ് റെഡ്യൂസസ് ദ അപ്പറ്റൈറ്റ് ആൻഡ് അൾട്ടിമേറ്റ്ലി ഇറ്റ് റെഡ്യൂസസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഇൻഡയറക്റ്റ് ആയിട്ട് ഇവർ ഒരു കാര്യം കൂടെ ചെയ്യും. എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് ദ
ബീറ്റ സെൽ മാസ്, നമ്മുടെ പാൻക്രിയാറ്റിക് ബീറ്റ ഐലറ്റ് സെൽസിൻ്റെ മാസ് അല്ലെങ്കിൽ എമൗണ്ട് ഇത് കൂട്ടും. അപ്പോൾ എന്ത് പറ്റും? ഇൻസുലിൻ സെക്രീഷൻ ഇത് എൻഹാൻസ് ചെയ്യും. അങ്ങനെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ വീണ്ടും കുറയും. So this is the mechanism of action of glucagon-like peptide 1 analog. The side effects include nausea, vomiting, diarrhea, weight loss and hemorrhagic pancreatitis. That is usually given 30 to 60 minutes before food in the dose of 5 to 10 mcg twice daily. So this is how the drug is given. Coming to the treatment of diabetes mellitus. ഇത് ടെക്സ്റ്റിൽ ക്ലിയർ ആയിട്ടുണ്ടാവില്ല, സോ ഇതൊന്ന് എഴുതിയെടുക്കണം നിങ്ങൾ. ടൈപ്പ് 1 പേഷ്യൻസ് എന്താ കൊടുക്കുക? ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യും, കാരണം ഇൻസുലിൻ അവരിൽ ഡെഫിഷ്യൻ്റ് ആണ്. അതുപോലെ തന്നെ ഫുഡ് കൺട്രോളും പറയും. ദാറ്റ് ഇസ് ഹൗ വി ട്രീറ്റ് ടൈപ്പ് 1. ഇനി ടൈപ്പ് 2 പേഷ്യൻസ് ആണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുക, ഒരാൾ ഡയബറ്റിക് ആയിട്ട് ഡയഗ്നോസ്ഡ് ആവുമ്പോൾ നേരെ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യുമെന്നല്ല ചെയ്യുക. ആദ്യമേ വിൽ സേ അബൌട്ട് ഡയറ്റ് കൺട്രോൾ ആൻഡ് എക്സസൈസ് ടു ദ ക്ലയൻറ്റ്. അതിനുശേഷം we will re-evaluate them. So if it is controlled, we will go on diet control and exercise. If it is not controlled, ഇവരെ കാറ്റഗറൈസ് ചെയ്യും. 2 മേജർ കാറ്റഗറി ആയിട്ടാണ് ഇവരെ തിരിക്കുക. സിവിയർ കാറ്റഗറിയും അതുപോലെ തന്നെ മൈൽഡ് അൺകോംപ്ലിക്കേറ്റഡ് കാറ്റഗറിയും. സിവിയർ കാറ്റഗറി ആണ്, അല്ലെങ്കിൽ പേഷ്യൻ്റ് അണ്ടർ വെയ്റ്റ് ആണ്, അല്ലെങ്കിൽ പേഷ്യൻ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണ്, ഇൻഫെക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ സർജറി ഉണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ we will start insulin. Blood sugar control ആയതിനു ശേഷം we will switch over to insulin plus or minus biguanide or sulfonamide urea. ക്ലിയർ ആയി എന്ന് തോന്നുന്നു. പേഷ്യൻ്റെ കണ്ടീഷൻ സിവിയർ ആണ്, അല്ലെങ്കിൽ പേഷ്യൻ്റ് അണ്ടർ വെയ്റ്റ് ആണ്, കോംപ്ലിക്കേഷൻസ് ഉണ്ട്, പ്രഗ്നൻ്റ് ആണ്, ഇൻഫെക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ സർജറി ഉണ്ട്, ഇത്രയും കേസസ് ആണെങ്കിൽ നമ്മൾ ആദ്യമേ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്ത് പേഷ്യൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ആദ്യമേ ഒന്ന് കൺട്രോൾ ചെയ്യും. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ആയതിനു ശേഷം ഇൻസുലിൻ്റെ ഡോസ് കുറച്ച് ഒപ്പം ബിഗ്വാനൈഡ് അല്ലെങ്കിൽ സൾഫണൈൽ യൂറിയ ആഡ് ചെയ്യും. ദ സെക്കൻഡ് കാറ്റഗറി വിച്ച് ഇസ് മൈൽഡ് അൺകോംപ്ലിക്കേറ്റഡ് ആൻഡ് വെൽ നറിഷ്ഡ് കേസസ്, ഇവരെ നമ്മൾ വീണ്ടും 3ആയിട്ട് തിരിക്കും. ഒബീസ് ക്ലൈൻ്റ് ആണെങ്കിൽ ബിഗ്വാനൈഡ് സ്റ്റാർട്ട് ചെയ്യും. പോസ്റ്റ് പാൻട്രിയൽ ഹൈപ്പർഗ്ലൈസീമിയ ആണെങ്കിൽ മെഗ്ലിറ്റനൈഡ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഇൻ ഓൾ അതർ കേസസ് വിൽ സ്റ്റാർട്ട് സൾഫണൈൽ യൂറിയ. ക്ലിയർ ആയി എന്ന് തോന്നുന്നു. സിവിയർ കേസസ് ആണെങ്കിൽ ഇൻസുലിൻ ആണ് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ലൈൻ. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ആയതിനു ശേഷം ഇൻസുലിൻ പ്ലസ് ഓർ മൈനസ് ബിഗ്വാനൈഡ് ഓർ സൾഫണൈൽ യൂറിയ സ്റ്റാർട്ട് ചെയ്യും. മൈൽഡ് ആണ്, അൺകോംപ്ലിക്കേറ്റഡ് ആണ്, ഹെൽത്തി ആണെങ്കിൽ ഇവരെ 3ആയിട്ട് തിരിക്കും. ഒബീസ് ആണെങ്കിൽ ബിഗ്വാനൈഡ് സ്റ്റാർട്ട് ചെയ്യും. പോസ്റ്റ് പാൻട്രിയൽ ഹൈപ്പർഗ്ലൈസീമിയ ആണെങ്കിൽ മെഗ്ലിറ്റനൈഡ് സ്റ്റാർട്ട് ചെയ്യും. ഇൻ ഓൾ അതർ കേസസ് സൾഫണൈൽ യൂറിയ ഇസ് സ്റ്റാർട്ടഡ്. അതിനുശേഷം നമ്മൾ വീണ്ടും ഇവാലുവേറ്റ് ചെയ്യും. ഒരു 3 മാസമൊക്കെ ഗ്യാപ്പ് ഇട്ട ശേഷം വീണ്ടും ഇവാലുവേറ്റ് ചെയ്യും. ഇഫ് ഇറ്റ് ഇസ് കൺട്രോൾഡ്, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾഡ് അല്ലെങ്കിൽ വി വിൽ ഗോ ഫോർ 3 ഓപ്ഷൻസ്. ഏതെങ്കിലും ഒന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഐദർ എ ബിഗ്വാനൈഡ് പ്ലസ് സൾഫണൈൽ യൂറിയ ഓർ മെഗ്ലിറ്റനൈഡ് ഓർ എ thiazolidine diones along with biguanide or sulfonyl urea or a thiazolidine dione along with biguanide and a sulfonyl urea. So these are the combinations used in uncontrolled patients. എന്തൊക്കെയാ? biguanide along with sulfonyl urea or meglitinide, thiazolidine dione along with the biguanide or sulfonyl urea, and the third combination we have 3 drugs which is thiazolidine dione by biguanide and sulfonyl urea. വീണ്ടും നമ്മൾ റീവാലുവേറ്റ് ചെയ്യും ആഫ്റ്റർ 3 months. വീണ്ടും അൺകൺട്രോൾഡ് ആണെങ്കിൽ ഒരു തരവും ഇല്ല, അവർക്ക് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. സോ വിൽ സ്റ്റാർട്ട് ദം ഓൺ ഇൻസുലിൻ പ്ലസ് ഓർ മൈനസ് ബിഗ്വാനൈഡ് ഓർ സൾഫണൈൽ യൂറിയ. സോ ദിസ് ഇസ് ഹൗ വി ട്രീറ്റ് ഡയബറ്റിസ് മെലിറ്റസ്. ഒന്നുകൂടെ പറയാം. ടൈപ്പ് 1 ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ഡയറക്ട്ലി ഇൻസുലിൻ ആൻഡ് ഡയറ്റ് കൺട്രോൾ. ടൈപ്പ് 2 ആണെങ്കിൽ ആദ്യമേ ഡയറ്റ് കൺട്രോൾ, എക്സസൈസ്, re-evaluation is done. Uncontrolled ആണെങ്കിൽ we will categorize them into severe category and mild category. Severe ആണെങ്കിൽ ആദ്യമേ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൺട്രോളിലായി കഴിയുമ്പോൾ ഇൻസുലിൻ്റെ ഡോസ് കുറച്ച് ബിഗ്വാനൈഡ് അല്ലെങ്കിൽ സൾഫണൈൽ യൂറിയ ആഡ് ചെയ്യും. ദ സെക്കൻഡ് കാറ്റഗറി ഇസ് മൈൽഡ്. അവരെ 3ആയിട്ട് തിരിക്കും. ഒബീസ് ആണെങ്കിൽ ബിഗ്വാനൈഡ്, പോസ്റ്റ് പാൻട്രിയൽ ഹൈപ്പർഗ്ലൈസീമിയ ആണെങ്കിൽ മെഗ്ലിറ്റിനൈഡ്, ഓൾ അതർ കാറ്റഗറി സൾഫണൈൽ യൂറിയ.